നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞല്ല ആ മാവിന്റെ പ്ലാവിലൊന്നും വലിയേറരുത്. എന്റെ പൊന്നേച്ചി, ഞങ്ങൾ മാങ്ങ പറിക്കാൻ കയറിയല്ലേ, എനിക്കറിയോ കമ്പൂന്റെ കണ്ണി കുത്തിക്കൊള്ളു. നിന്റെ ഒരു മാങ്ങ ഇപ്പൊ മനസ്സിലായില്ലേ? എന്തിനാ കണ്ടുപോയപ്പോ സമാധാനായില്ലേ? ആ ചേച്ചി അതുകൊണ്ട് ചേച്ചി എന്തിനീ നരച്ച ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് നടക്കണേ? വേറെ നല്ല ഒന്നുമില്ലേ? ഏത് ഇതാ നരച്ച ചുരിദാറ്? നിന്നെ കണ്ണെടുത്തോക്കടി. ശരിയാ, സോറി, തെറ്റെന്റെ കണ്ണ് നേരെ റോഡിൽ കേൾക്കാൻ നിങ്ങളുടെ ശബ്ദം. ഈ ചേച്ചിയാ. അല്ല നിങ്ങൾ എങ്ങോട്ടേ പോന്നേ? അവിടെ പറമ്പിൽ ഒരു അണ്ണാൻ ചത്ത് കിടപ്പുണ്ടായിരുന്നു, ഞാൻ എന്നെ കുഴിച്ചിട്ടിട്ട് വരുവാ. ഈശ്വര, അത് ഇവിടെ പറഞ്ഞ കല്ലായിരിക്കും ചെലപ്പോ. അതവര് ഒച്ച കേട്ടല്ലേ, ഞാൻ വിചാരിച്ച അപ്പുറത്തുള്ള ശോഭന ചേച്ചി ആയിരിക്കും. ഭാഗ്യം അവിടെ ദേഹത്ത് കൊള്ളാഞ്ഞത്. അല്ല അവളുടെ ദേഹത്തോണ്ട് എന്താ കുഴപ്പം? അതെ, നീ അടുത്ത പ്രാവശ്യം അവളെ തലക്കിട്ടെന്നെ കൊടുക്കണം കേട്ടല്ലേ? നിനക്ക് ആ ബാംഗ്ലൂരും എല്ലാം ഇരുന്നാ പോരായിരുന്നു. ഇവിടെ വന്ന് മനുഷ്യൻ ഒന്നാമത് പൈസ ഇല്ല കയ്യിൽ. ഈ സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വലിച്ചു വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ശരിക്കും നിന്റെ കണ്ണിന് എന്നാ പറ്റിയേ? ഞാൻ അപ്പുറത്തെ വീട്ടില് മറ്റേ മാങ്ങ ഉറയ്ക്കാൻ വേണ്ടി കേറിയതാ. കല്ലെറിഞ്ഞ് ഞാൻ, പക്ഷെ ഏതോ കമ്പാണ് ഒടിഞ്ഞു വീണത്. കറക്റ്റ് കണ്ണിട്ടു. എന്റെ മോളെ, നീ കുറച്ച് ദിവസമല്ല ഇവിടെ, ഈ കണ്ണൊന്നും വലുതും വരുത്തി വെക്കല്ലേ. ഇപ്പൊ കണ്ണുപോയി, ഇനി അടുത്ത് ഞാൻ പറയുന്നില്ല. ഒന്നാമത് കാശില്ല, അതാണ് വലിയ പ്രശ്നം. ഇനി അടുത്ത പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എവിടുന്ന് കാശ് ഉണ്ടാക്കും? ഒരു പ്രാവശ്യമല്ലേ പറ്റുള്ളൂ. ബോധമില്ല. നൻപനായിപ്പോയി. ഞാൻ അവനോട് കുറച്ച് കാശ് മേടിച്ചോണ്ട് വരാം, വാടകയുടെ ബാക്കി തരാനുണ്ടല്ലോ. നിങ്ങൾ പോയിട്ട് വാ. നീ അവൻ എന്ത് വിചാരിക്കും എന്തോ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പൈസ ഒപ്പിക്കാൻ? ഇവളെങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇങ്ങോന്ന് പോടണം. ഒന്നും പറയല്ലേ, പോടുന്നു. ഹലോ ഹലോ, നിനക്ക് എന്താ സുബു വേണ്ടേ? നീ എന്തോ പരിപാടിയാടി കാണിച്ചത്? ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നീ എന്തിനാ ഇറങ്ങി പോയത്? നീ എന്ത് പണി എന്നോട് കാണിച്ചേ? നല്ല സ്ക്രിപ്റ്റ് ആണ്, മാങ്ങയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ? അതിന് ഞാൻ അല്ലല്ലോ നിന്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഒന്ന് വിവരിച്ചത്. നല്ലല്ലേ? നിന്റെ കൂട്ടുകാരനാണോ അവൻ? എടി, എനിക്കറിയാമോ അതുകൊണ്ട് അവൻ ഏത് സ്ക്രിപ്റ്റാണ് നിന്റെ അടുത്ത് പറയുന്നതെന്ന്. നീ എന്നോട് കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടേ അവൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ? നിനക്കറിയത്തില്ല അവൻ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെന്ന്? അവൻ എവിടുന്നേലൊക്കെ എന്തേലൊക്കെ എഴുതിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് നിനക്ക് മനസ്സിലാക്കണ്ടേ? അപ്പോ അങ്ങനെ പറയല്ലേടി, ഞാനിവിടെ ഒറ്റയ്ക്കാ. ഞാൻ വേണേ തെണ്ടി വീട്ടിൽ വിളിച്ചു കയറ്റേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആളിഞ്ഞവൻ മോണോ എഴുന്നേറ്റ് ആ പെണ്ണുമ്പിള്ള മടങ്ങിപ്പോയി. ആഹാ, നല്ല കാര്യം. ഇങ്ങനെയൊക്കെയല്ലേ സന്തോഷിക്കേണ്ടത്. ഞാൻ ഓർത്ത് രാവിലെ തന്നെ ഇവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ ഒന്നും ഇല്ലാതെ ശാന്തി സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണല്ലോ. നിർത്തണം, നീ കാരണം അവളെ പടങ്ങിപ്പോയത്. ഞാൻ കാരണം നീ കഴിഞ്ഞ ആഴ്ച സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തില്ലായിരുന്നു നമുക്ക്? കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ കൊണ്ട് മറ്റേ പോലീസുകാര് സടകുടഞ്ഞത്. അത് പറഞ്ഞപ്പോഴാ പുള്ളി എന്റെ തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് ഇപ്പോഴും സൗണ്ട് ശരിയായിട്ടില്ല. നിനക്ക് നല്ല ഇടിയുടെ കുറവുണ്ട്. നീ അവളെ ആര് വിളിച്ചോണ്ട് വരും? 80 പേജിന്റെ ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താൽ അവളിപ്പോ വീട്ടിലോട്ട് വരത്തുള്ളൂ. സ്ക്രിപ്റ്റ് നമുക്ക് എഴുതാം. ഓരോ ഒറ്റ ഒരെണ്ണം ഞാൻ തന്നോണ്ടല്ലോ എന്റെ പിടിവിട്ടിയാ നിൽക്കുക. എടാ, ഞാൻ കുറച്ച് പുതിയ പടങ്ങൾ കണ്ടിട്ട് പുതിയ പടങ്ങൾ നമുക്ക് മനസ്സിൽ ഉണ്ട്. അപ്പൊ അത് എഴുതിയെടുക്കാൻ നടത്തിനെ ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് ഈ പുല്ല് എഴുതാൻ അറിയാത്തോണ്ടാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്. മനസ്സിലായോ? അവിടെ ബുദ്ധിയില്ലാത്ത ആ ചേച്ചി വൃന്ദ ഉണ്ടല്ലോ, അവരെ എന്നെ വിളിച്ച് പറഞ്ഞ അവൾ ഇനി വരത്തില്ലെന്ന്. എടാ, അത് ഈ പറഞ്ഞോടി, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലയാള സിനിമയിൽ നിന്നാണല്ലോ എടുത്തത്. ഈ പ്രാവശ്യം ഞാൻ കുറച്ച് ബംഗാളി സിനിമയൊക്കെ കണ്ടുവച്ചു. പുതിയ രീതിയിലുള്ള കഥകളാ. വെളി കിടക്കണോ? പണ്ട് മറ്റേ നോർത്ത് പാലത്തിനടി കിടന്ന ഓർമ്മയുണ്ടല്ലോ? ഇല്ല, അവിടെ ടെന്റ് കെട്ടി കിടക്കണം. വീണ്ടും വേണ്ട, എന്റെ തലയിൽ ചെറിയ കഥകൾ ഉദിക്കുന്നുണ്ട്. ഞാനത് സെറ്റാക്കി വെക്കാം. ഉദിച്ചില്ലേ നാളെ രാവിലെ ഞാൻ ഉദിപ്പിക്കും. നേരെ ഒരു കാര്യം ചെയ്യാം. നിനക്കപ്പോ ഒരു കഥ വേണം അല്ലേ? വേണ്ടുള്ളൂ. ഒരു കഥയല്ല, പെണ്ണുമ്പിള്ള തിരിച്ചു വരാൻ 80 പേജുള്ള കഥ വേണമെന്ന് പറഞ്ഞേക്കുന്നത്. 80 പേജുള്ള ഇപ്പൊ ഇങ്ങനെ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റൂ? അതിനുള്ള കഴിവൊന്നും എനിക്കൊന്നും ഇല്ല. 80 പേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ശരിക്കും അടുത്ത മാരണം വരുന്നു. ഒരാന കുത്താൻ വന്നാലും വാടക എങ്ങടാ? வாடகை அடுத்த ஆഴ്ച தரேன். டேய், நண்பன்றதுனால தான் உங்ககிட்ட நான் அட்வான்ஸ் கூட வாங்காமல் நான் உனக்கு வீடு கொடுத்துருக்கேன். நீ இந்த மாதிரி வாடகை கொடுக்காம போனால் இது அசிங்கமாகிடும் சொல்லிட்டேன் நான். ஏடா, இப்போ எந்த பைசா இல்லாதோண்டா. பைசா இல்லைனா எங்கேயாவது ரெடி பண்ணி கொடுறா. உனக்கே முன்ன நான் இங்கே இந்த வாடகைக்கு தாமசிக்க வைக்கிறதே பெரிய விஷயம். இதில் நீ இவனெல்லாம் கூப்பிட்டு வந்து இங்கே தாமசிக்க வச்சுட்டு இருக்க. ஏடா, ഈ പണിക്ക് പോകാത്ത നേരം 2000 രൂപ വെച്ച് കൊടുക്കണം. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. അതെ, ഞാൻ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇടാറുണ്ട്. ഡേയ്, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ കാശ് കിട്ടണം. എപ്പോൾ തരും കാശേ? ഇന്നലെ വന്നായിരുന്നേ പെട്ടെന്ന് കിട്ടിയേനെ. എനിക്ക് ഇന്നലെ അല്ല, ഇന്ന് കിട്ടണം. ഞാൻ 28 hours ടൈം തരും നിനക്ക്. 28? എനിക്ക് അതിനകം എൻ്റെ കാശ് കിട്ടണം. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വൈഫിനെ വിളിക്കും. എൻ്റെ വൈഫിനോട് ഞാൻ സംസാരിക്കാം. 32 ഒക്കെ വെക്കും.
എന്തുവാ ഹൗസ് 32 എങ്കിൽ 32. എനിക്ക് എൻ്റെ കാശ് കിട്ടണം നാളെ വൈകുന്നേരത്തിന് മുമ്പ്. കിട്ടുമോ? നാളെ വൈകുന്നേരത്തിനുള്ളിൽ അവൾ എത്തിയാൽ കിട്ടും. നീ എൻ്റെ വൈഫിനെ വിളിക്കും. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ട് പോവാം. അവൾ ഇവിടെ ഇല്ല. നീ കള്ളം പറയല്ലോ, മാറണം. സത്യം. മാറണം. ഇത് സെക്രട്ടേറിയറ്റ് മാർച്ചിന് പോയക്കല്ല പെണ്ണുപിള്ള. ആ അല്ലടാ ഇപ്പൊ പുള്ളി എന്താണല്ലോ ഇനി ആ ചമ്മീനാറി ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാമല്ലോ. അവളുള്ള സമയത്ത് എന്തിലേക്ക് ഉടായ്പ പറഞ്ഞിട്ടാണ് അതിന്റെ പൊട്ടനെ അങ്ങ് ഇതാക്കിയനെ. ഡേയ് ശോഭന എങ്ങടാ? ശോഭന ഇല്ലയേ? ശോഭന ഇല്ലെന്നല്ലയോ ഞാനും പറഞ്ഞതാ പാണ്ടി. എങ്ക ഒളിച്ചു വെച്ചിരിക്കും നീ? കാട്ടു ശോഭന. ഒളിച്ചു വെച്ചേക്കുന്നോ ഈ കഥ എഴുതി പറഞ്ഞു വിട്ടു വീട്ടിലെ. ശോഭനാவை பார்க்கணும், ശോഭന கிட்ட பேசணும். நான் நைட்லாம் ശോഭനാவை யோசிச்சே படுத்துட்டு இருந்தேன். മുത്തു തമിഴ് പടാ മുത്തു എന്റെ ശോഭനെ കുറിച്ച് നീ അല്ല വാടകയുടെ കാര്യം സംസാരിക്കാൻ. വാടകട സംസാരിക്കാൻ രാത്രി നീ കനവില്ലേ? മുത്തു യു ആർ മൈ ഫ്രണ്ട് റൈറ്റ്? நண்பா நீ தப்பா புரிஞ்சுக்கிறப்பா. നോ നോ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു. இல்லப்பா சரி விடு, வாடகை நான் அப்புறமா வரேன். நீ கோவமா இருக்க, நான் அப்புறமா வரேன். கூலாவும் வரேன். இரு മേലെ അവിടെ വരികയും ചെയ്യരുത്. ഞാൻ എന്റെ കൂട്ടുകാരനാന്ന് വെച്ച് നീ കൊള്ളാലടാ. പുള്ളി വാടക മേടിക്കാമെന്നല്ലേ? മണ്ടര പോകുന്ന വഴി പോട്ടെ നോക്കണ്ട നീ. പുലി പോലെ വന്നാ എലി പോലെ പോയല്ലടാ. അപാര കഴിവന്നെ. 10 മിനിറ്റ് ഉദ്ദേശിച്ചു കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരും. ഒന്നുമില്ല. അത് കുറച്ചേ അകത്ത് കയറ്, കയറിഞ്ഞോട്ടെ. ഹലോ ഹലോ, മാലിന്യം ചേച്ചിയല്ലേ? മാലിന്യോ? അല്ല, മാലിനി ചേച്ചിയല്ലേ? ആ അതെ, ഇതാരാ? നമ്മൾ ബീരാൻ. ആ പറ. നിങ്ങൾ പറഞ്ഞു തന്ന ആ മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോന്ന് മിഷനോ? ആ മിഷൻ. എന്ത് മിഷൻ? നിങ്ങളാ പട്ടം കയറ് പൊട്ടിപ്പോയ മോളുണ്ടല്ലോ, ആ ഓളൊരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളെ പെരയിലെത്തും. 1 മണിക്കൂറിലോ? ആ ഇതാണ് ബീരാൻ ഒരു മിസ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്നാണ് ബീരാന്റെ ഒരു ഇത്. ആ ഇനി അധികം നേരം അവിടെ ഇരുന്ന് നാണം കേണ്ട, വേഗം ഇങ്ങോട്ട് വന്നോ. കാശ് ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം. ഇപ്പൊ അക്കൗണ്ട് ഹോൾഡിലാണ്. കായ് നമുക്കൊരു വിഷയമല്ല, നമ്മൾ ഏറ്റെടുത്ത സംഭവം വൃത്തിയായിട്ട് ചെയ്യണം. ഇനി ആ എന്താണ് പറയാ, നിങ്ങളാ ചെക്കൻ്റെ പേരെന്തായിരുന്നു? നിങ്ങളെ മോളെ പിന്നാലെ നടന്നേ? സുബ്രഹ്മണ്യോ? ആ സുബ്ലു. അവനെയും കൂടി ഈ നാട്ടിൽ നിന്ന് തുരത്തിയിട്ട് വേണം ഞമ്മക്ക് അങ്ങോട്ടേക്ക് വരാൻ. അതിന് ഞാൻ കാശൊന്നും തരില്ല കേട്ടോ. അതിന് കായൊന്നും വേണ്ട, പക്ഷെ വേറൊരുത്തരും കൂടി ഉണ്ട്. അവനും കൂടി എനിക്ക് ഒന്ന് ശരിപ്പെടാം. അതിൻ്റെ പേഴ്സണലായിട്ട് ഇപ്പോൾ സോപ്പ് വാങ്ങുമ്പോൾ ചീപ്പ് ഫ്രീ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കോംപ്ലിമെൻ്ററിയാ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ എന്താന്ന് വെച്ചാ ചെയ്യ്. ആ പിന്നെ നിങ്ങൾ പറഞ്ഞ കായ് നമുക്ക് പൈസ ഇല്ലാണ്ട് കുറവില്ലാണ്ട് തരണം. എത്ര രൂപ അറിഞ്ഞേ? അതെനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. ശരി. എന്നാലും അത് കുറയണ്ട, ഒട്ടും കുറയണ്ട. എന്തായാലും മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ അവിടെ വരും. അത് കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുള്ളൂ. ഈ ബീരാൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ബീരാൻ പറഞ്ഞാൽ അത് 100 പ്രാവശ്യം പറഞ്ഞാൽ മാതിരില്ല. ബീരാനോടാണ് പേടി തോന്നിണ്ടാവും. ഈ ബീരാനോട് ആണ് കളി. എടാ സുബ്രഹ്മണി, ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊരു പ്ലാനിങ് ഇല്ലാത്തോണ്ടായിരുന്നു. അപ്പം നിനക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല അല്ലേ? അതാ നീ രക്ഷപ്പെടാത്തത്. എടാ നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. എടാ ഈ സമയമല്ല, നമ്മുടെ സമയം തെളിയുന്ന സമയമില്ലേ? തെളിയുന്നില്ലല്ലോ നിന്റെ എൻ്റെ അങ്ങോട്ട്. വർഷങ്ങൾ കൊണ്ട് നമ്മൾ നോക്കുവാന്നല്ലോ. ഇല്ലടാ, നമ്മൾ നോക്കേണ്ട കാര്യങ്ങളല്ല നോക്കുന്നത്. നീ നിന്റെ നാളേതാ? എൻ്റെ നാളെ മകയിരം. മകയിരം. എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ അറിയാവുന്ന ആളുണ്ട്. ഈ സ്വാമിമാർക്കും മറ്റേ ഈ ജ്യോതിഷൊക്കെ നോക്കുന്ന ആൾക്കാരില്ലേ? എടാ ഈ ഇപ്പോഴത്തെ സിനിമക്കാരൊക്കെ എങ്ങനെയൊക്കെ ഈ ഫീൽഡിൽ നിൽക്കണം നിനക്ക് വല്ല പിടിയുണ്ടാ? അപ്പൊ നീ പറയാൻ നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടെന്നാണോ? എടാ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ സമയം തെളിയാനുള്ള ഒരു മാർഗം അവർ പറഞ്ഞു തരും, അവർക്ക് അറിയാൻ കാര്യങ്ങൾ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താണ്? എടാ ഇതിൻ്റെ അതൊന്നും കാശ് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അല്ല കാശിൻ്റെ ഇല്ല, നിൻ്റെ ഉണ്ടല്ലോ. അത് വിട്. എടാ എനിക്കിപ്പോ നീ പറഞ്ഞോണ്ട് ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ മുത്തുൻ്റെ അച്ഛൻ മറ്റേ വലിയ വണ്ടി ഇല്ലയോ, അത് ഇവിടെ വെച്ചായിരുന്നു മരിച്ചതെന്ന് പറഞ്ഞായിരുന്നു. ഇടയ്ക്ക് നമ്മൾ നോൺ വെജ് ഉണ്ടാക്കിയാനൊക്കെ വഴക്കുണ്ടാക്കിയായിരുന്നു. ഈ അങ്ങേറെ ശാപം വന്നൊന്നും അറിയത്തില്ല. എടാ പിന്നെ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചു.
എടി ഇവിടെ വന്നേ പിന്നെ എനിക്ക് എൻ്റെ തലയിലേക്ക് പുതിയ പുതിയ കഥകളൊന്നും അങ്ങോട്ട് ഉദിക്കുന്നില്ല. അതെനിക്ക് കഥ അറിയാത്തോണ്ട് അത് തന്നെ വേണ്ട പഴിയാരല്ല. എനിക്ക് വേണ്ട സമയം ഞാൻ എത്തിക്കൂടാ. സമയം മോശം ആണല്ല. അപ്പൊ പിന്നെ നീ എൻ്റെ കലാവിരുദിനെ നീ കുറ്റപ്പെടുത്തരുത്, മനസ്സിലായോ? ശോഭന പോയി, മറ്റേ ആ ബാംഗ്ലൂരിൽ നിന്ന് കൊടക്കമ്പി പെണ്ണ് വന്നു. ആ എടാ ഇവിടുത്തെ ഫാൻ വർക്കല്ലേടേ, എന്തൊരു ചൂടാണ് അകത്ത്, പുറത്ത്. ഇപ്പോഴത്തെ സമയം ശരിയല്ല, നമുക്ക് അകത്തോട്ട് വന്നാം. അത് എ സി ഒന്നുമില്ലല്ലോ. ആ ഫാൻ വർക്കിങ്ങാ, അങ്ങോട്ട് വാ. ഞാൻ കേറിയില്ലടേ. എന്തോന്നടേ ഇത്? അല്ല നീ കുറച്ചു നേരം അകത്തിരി, എന്ത് വെളിയിൽ എടാ ഞാൻ ചിന്തിക്കട്ടെ, ഞാൻ ചിന്തിച്ചു വിളിക്കാം. എടാ